മുണ്ടൂർ രാവുണ്ണി. കേരളത്തിലെ നക്സലൈറ്റ് മാവോയിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ചരിത്രം തിരയുന്നവർക്ക് ഈ ഒരു പേര് മാറ്റി നിർത്താനാകില്ല. ഒരു കാലത്ത് ഒട്ടേറെ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ രാവുണ്ണി ജന്മിയായ കോങ്ങാട് നാരായണൻകുട്ടി നായരുടെ തലയറുത്ത് കേസിൽ അറസ്റ്റിലായി. അന്നത്തെ കനൽ വഴികളിലെ പുളിജീവിതം പിന്നീട് ഒട്ടേറെ വിവാദങ്ങൾക്ക് വഴിവെച്ച ചരിത്രപ്രസിദ്ധമായ വിയ്യൂർ ജയിൽ ചാട്ടം. 1971 രാവുണ്ണി അടക്കം 9 പേരുടെ ആ രക്ഷപ്പെടലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജയിൽ ചാട്ടം. ആദ്യം ഞങ്ങൾ തൃശ്ശൂർ പൂരം ദിവസം ചാടാനാണ്. കാരണം പൂരം ദിവസം ചാടിയാൽ മൊത്തം പോലീസും മൊത്തം തിരക്കായിരിക്കും ജനങ്ങൾ. അപ്പോൾ ആ തിരക്കിലങ്ങോട്ട് ആയാൽ ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. അതാണ് ഒരു ഇതായിട്ട് കണ്ടത്. അന്ന് അത് നടന്നില്ല. ഞങ്ങൾക്കിത് ചുമരാണ് പൊളിക്കേണ്ടത്. ഇതുപോലെ മുറിയാണ്, ഇത് വാതിൽ, ഇവിടെ ജനലുണ്ട്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തൊരു പ്രൊജക്ഷനായിട്ട് അതാണ് കക്കൂസുള്ളത്. അപ്പോൾ കക്കൂസിൻ്റെ ഈ ഭാഗത്തെ ഇടതുവശത്തുള്ള ചുമരാണ് തുറക്കേണ്ടത്. അത് തിരഞ്ഞെടുക്കാൻ കാരണം പുറം ഭിത്തി ഉണ്ടല്ലോ, ഇത് പൂശലുണ്ടല്ലോ കോൺക്രീറ്റ്, അത് പൊട്ടിക്കാതെ തുറക്കണം. അത് പൊട്ടിയാൽ പുറത്ത് റോന്തുണ്ട് താറാവുകാരൻ, അവർ കാണാൻ പാടില്ല. അവർ കണ്ടാൽ എല്ലാം പൊളിഞ്ഞു. അപ്പോൾ അത് കാണരുത്. അപ്പോൾ അത് വിദഗ്ധമായി കല്ല് മാത്രം അങ്ങോട്ട് എടുക്കണം, ഇത് പൊട്ടാതെ. എന്നിട്ട് അതിൽ തുളയുണ്ടാക്കിയാൽ ഇതിൻ്റെ ഇപ്പുറത്ത് കക്കൂസാണ്. അപ്പോൾ അവിടെ ലൈറ്റ് ഉണ്ട് രാത്രി. ആ ലൈറ്റ് നമുക്ക് കാണണം, എന്നാൽ നമ്മൾ ഓപ്പറേഷൻ വിജയിച്ചു നടത്തണം. അപ്പോൾ ഇത് ഞങ്ങൾ എന്തുകൊണ്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമായിരുന്നു. പിന്നെ പോയാൽ ആരൊക്കെ എന്തൊക്കെ ചെയ്യാൻ കഴിയും. പുറത്തുനിന്ന് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല, ഉദ്യോഗസ്ഥന്മാരുടെ സഹായവും ഇല്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ സംസാരിച്ച് ഒരു ധാരണയിലെത്തി. പോയാൽ ഓരോരുത്തർ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി. പിന്നെ ഇത് ഈ സാധനം ഞങ്ങൾ 3 ആൾ, ഞാനും ഒരു രാമൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, മുരളി, ഞങ്ങൾ 3 ആളെ ആലത്തൂരൊരു പുളിനെല്ലി ഗൂഢാലോചന കേസ് എന്നുണ്ട്. പുളിനെല്ലി പറഞ്ഞ ഇവിടെ അടുത്താണ്. അവിടെ ഒരു ഗൂഢാലോചന കേസ് കൊണ്ട് കുറേ ആൾക്കാരെ അറസ്റ്റ് ഒരു കേസുണ്ടാക്കി. അതിൽ ഞങ്ങൾ 3 ആളെ പ്രതിയാക്കി അതിന് കൊണ്ടുവരും ആലത്തൂർ കോടതിയിൽ. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ തലേ ദിവസം ഉച്ചയ്ക്ക് ശേഷം കൊണ്ടുവരും. ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് ലോക്കപ്പ് ചെയ്യും, എന്നിട്ട് കാലത്ത് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയായിരുന്നു പതിവ്. അപ്പോൾ അതുപോലെ എന്നെ മാത്രം തലശ്ശേരിക്ക് കോടതിക്ക് കൊണ്ടുപോകും. തൃശ്ശിലേരി തിരുനെല്ലി ഒരു കേസുണ്ട്, വർഗീസൊക്കെ കൊല്ലപ്പെട്ട സംഭവം. അപ്പോൾ അതിന് കൊണ്ടുപോകും. ഈ പോകുന്ന യാത്രയിൽ ഞാൻ എങ്ങനെ രക്ഷപ്പെടണം, എൻ്റെ റൂട്ട്, ഇതൊക്കെ അങ്ങനെ പഠിക്കലായിരുന്നു എൻ്റെ ഉത്തരവാദിത്വം. അപ്പോൾ ഞങ്ങൾ ആലത്തൂർ കൊണ്ടുവന്ന് ലോക്കപ്പ് ചെയ്തു. ഒരു ദിവസം പോലീസുകാർ ഒരു സൈക്കിളുമായിട്ട് വന്നിട്ട് ഞങ്ങളുടെ വാതിലിൻ്റെ ഇവിടെ ചാരി വെച്ചിട്ട് പറഞ്ഞു. അപ്പോൾ അവരുടെ പണി അന്ന് ഡബിൾസ് പോവുക, പിന്നെ ലൈറ്റില്ലാതെ പോകുന്ന സൈക്കിളൊക്കെ പിടിച്ചിട്ട് വരും. എത്തിക്കയച്ച് ഇത്ര കേസ് ഉണ്ടാക്കണമെന്ന് സ്റ്റേഷൻ അവർ കേസെടുക്കും. അപ്പോൾ ഇതുപോലെ സൈക്കിള് വേറെ ഉണ്ട്, സ്ഥലമില്ല. അപ്പോൾ ഈ വാതിലിൻ്റെ അവിടെ ചാരി വെച്ചു. ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, കാരണം ചോദിച്ചപ്പോൾ ഇവിടുന്ന് കട്ടുകൊണ്ട് പോകും സൈക്കിളിൻ്റെ ഉടമസ്ഥന്മാർ പറ്റിയ ആളെ വെച്ചിട്ട് രാത്രി പൊക്കിയെടുത്തിട്ട് പൊക്കളയും. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ ഞങ്ങൾ നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത് കൊണ്ടുവച്ചപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വീലിൻ്റെ ബ്രേക്ക് വയറുണ്ട്, ഒരു ഇത്ര വണ്ണം ഉണ്ടാവും അത്. എൻ്റെ സൈക്കിളിൽ ശ്രദ്ധിച്ചതാണ് നിങ്ങൾക്കറിയാം. അപ്പോൾ അത് സ്ക്രൂ ഊരിയെടുക്കാം. അത് ഞങ്ങൾ ഊരിയെടുത്ത് ദേഹത്തിൽ വെച്ചു. പിറ്റേ ദിവസം കോടതിയിലായി. ഞങ്ങൾ തിരിച്ചു പോയി. അപ്പോൾ അത് വളപ്പിൽ ദേഹപരിശോധന ചെയ്യില്ല, അത് വളപ്പിൽ തന്നെ ഒളിച്ചു വെച്ചു ഈ കമ്പി. എന്തെങ്കിലും ആവുമല്ലോ. പിന്നെ ആ വളപ്പം തന്നെ ഒരു പട്ടിക കഷ്ണം മെയിൻ്റനൻസ് വർക്കിൻ്റെ ഒരു നാളത്തിലൊരു പഴയ പട്ടിക കഷ്ണം എന്തോ മണ്ണിൻ്റെ അടിയിൽ നിന്ന് കിട്ടി, അതും എടുത്തു വെച്ചു. ഇത് ഞങ്ങൾ ഒരു ദിവസം തൃശ്ശൂർ പൂരത്ത് അന്ന് നടന്നില്ല. ഈ സാധനം ഉള്ളിൽ കടത്താൻ പറ്റില്ല. കാരണം സെല്ല് മുഴുവൻ പരിശോധിക്കും ഇവർ. 6 മണിക്ക് നമ്മൾ പൂട്ടുമ്പോൾ പായ വരയ്ക്കും, ഇങ്ങനെ ആക്കി പരിശോധിക്കും. അപ്പോൾ തടവുകാർ അതിൽ ബ്ലേഡ് കഷ്ണമാക്കിയിട്ട് അതിൽ വയ്ക്കും. അത്രേ അവർക്ക് എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും. അപ്പോൾ അത് വെച്ച് പിന്നെ ലഹളയുണ്ടാകുമ്പോൾ തമ്മിൽ വരയുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ പരിശോധിക്കും അവർ. അപ്പോൾ ഇതൊന്നും അതിൻ്റെ ഉള്ളിൽ കടത്താൻ പറ്റില്ല.
അപ്പോൾ ഞങ്ങളൊരു ദിവസം കടത്തി അവർക്ക് ശ്രദ്ധയിൽപ്പെടാത്ത വിധത്തിൽ വെന്റിലേറ്ററിൻ്റെ ഈ എയർ ഹോൾ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കടത്തിയത് രണ്ടും സൂക്ഷിച്ചു. പിന്നെ തൃശ്ശൂർ പൂരത്തിന് നടന്നില്ല. അത് കഴിഞ്ഞ മാസത്തിൽ ചൂടായിരുന്നു, ഗംഭീരം 40 വരയ്ക്കൊക്കെ എത്തിയിരുന്നു. അപ്പോൾ ആദ്യം മഴ പെയ്യുന്നവർ ആരെ ഉറങ്ങും. ഒരു അപ്പോൾ ദിവസേന ഞങ്ങൾ നോക്കുന്നു മഴ പെയ്യുന്നുണ്ടോ. അങ്ങനെ ഒരു ദിവസം പുറത്തുനിന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട്. വാർഡുമാരൊക്കെ പറയണ്ടായിരുന്നു എന്തായാലും ഇന്ന് മഴ പെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറി കൂട്ടിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഈ സാധനം ഉണ്ടല്ലോ, അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ ഉരച്ച് ഓട്ടയുണ്ടാക്കി ആ പ്ലാസ്റ്റർ പൊട്ടാതെ പറഞ്ഞ പോലെ തന്നെ അത് നല്ലൊരു കഷ്ടപ്പെട്ട പണിയായിരുന്നു. 2 പേരത് കമ്പി പട്ടിക കഷ്ണം തൊട്ട് പൊട്ടിച്ചപ്പോൾ അത് പൊട്ടിപ്പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ കമ്പി കൊണ്ട് ഇങ്ങനെ ഉരച്ചിട്ട് വേണം, വെട്ടുകയല്ല, അതിങ്ങനെ എടുത്ത് കഷ്ടി തല കടക്കും. എന്തോ ഒരു ശബ്ദം ഉണ്ടായി. അത് ഈ കമ്പി മരത്തിൻ്റെ ഇട്ട് എന്തോ ഇളക്കിയതാണ് അവർ. അപ്പോൾ അത് പൊട്ടി പടവുന്ന ശബ്ദം ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ ഇതിങ്ങനെ എൽ ടൈപ്പാണ് കെട്ടിടം. ഇതിങ്ങനെ ആയിട്ട് ഇതൊരു ഹാള് അതിൻ്റെ അപ്പുറത്തെ ഹാള്. ഇതിൻ്റെ അവിടുന്ന് ഇതിങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയാണ് കെട്ടിടം. ഇവിടെ ഒരു മുറി, ഇവിടെ ഇങ്ങനെ, പിന്നെ ഇവിടെ ഇങ്ങനെ, ഇവിടുന്ന് പിന്നെ ഇത് വേറെ കെട്ടിടമാണ്. ഇങ്ങനെ എൽ ടൈപ്പാണ്. ഇവിടെയാണ് ഓഫീസും മറ്റുമൊക്കെ, സ്റ്റാഫൊക്കെ വന്നാൽ ഇവിടെയാണ് കിടക്കലും ഇതൊക്കെ. അപ്പം ഞങ്ങൾ ഈ ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് നോക്കിയാൽ ഇവിടെ എല്ലാം കാണും. ഓഫീസിൽ ആര് വരുന്നു, ആര് പോകണു, രാത്രി ഡ്യൂട്ടിക്കാരൻ കിടക്കുന്നത് എല്ലാം കാണാം. അപ്പം ഞങ്ങൾ ഈ ജനലിൽ ഇവിടെ വന്നിട്ട് എല്ലാവരും നിൽക്കും. ഈ ശബ്ദം ഉണ്ടായപ്പോൾ ഇങ്ങനെ മുതുകത്ത് പടവുന്ന ഓരോരുത്തർ മറ്റുള്ളവർ കേൾക്കുന്നവരെ അടിച്ചു. അപ്പോൾ അവർ ഡ്യൂട്ടിക്കാരൻ വന്നിട്ട് എന്താ ഒന്നുമില്ല, ഇതുകൾ വെറുതെ കളിക്കുകയാണോ, ബഹളം ഉണ്ടാക്കുകയാണോ എന്ന് പറഞ്ഞു. തലയിട്ട് മുണ്ട പറഞ്ഞാൽ കേൾക്കണ്ടേ, അവൻ ആ ജീവനുള്ളതല്ലേ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അവർ പോയി. അപ്പോൾ ആ ശബ്ദം അങ്ങനെ നമ്മൾ മാനേജ് ചെയ്ത് വെച്ചു. അത് പണി കഴിഞ്ഞു. 6 മണിക്ക് ആരംഭിച്ച ഒരു 7:30-8 മണിയാകുമ്പോഴേക്ക് ഈ ദ്വാരമായി പ്ലാസ്റ്റർ ഈർക്കിൽ മുറിച്ച് അതുകൊണ്ട് ഇങ്ങനെ തിരിപ്പിച്ച് ഓട്ടയുണ്ടാക്കി സുഷിരത്തിൽ കൂടി നോക്കിയാൽ ലൈറ്റ് കാണാം. അപ്പോൾ അത് സക്സസ് ആയി. അവിടെ വെച്ചു. പിന്നെ ഞങ്ങളുടെ അതിന് മുമ്പ് തന്നെ ബെഡ്ഷീറ്റ് ഉടുക്കാനുള്ള മുണ്ടൊക്കെ ഉണ്ട്, അതൊക്കെ കൂട്ടിക്കെട്ടി കയറുണ്ടായി. 18 അടി ഉയരമുണ്ട്. അപ്പോൾ 18 അടി എന്ന് പറഞ്ഞാൽ 9, 10, 12 അടിയെങ്കിലും നമുക്ക് കയറുണ്ടെങ്കിലേ അപ്പുറത്തേക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ കയറേണ്ടത് ഞങ്ങൾ ഇതിൽ വളരെ സെക്കൻഡ് കൊണ്ട് ഒരു 9 മണി എല്ലാവരും കിടന്നു. ഫസ്റ്റ് ഡ്യൂട്ടി കഴിഞ്ഞു. സെക്കൻഡ് ഡ്യൂട്ടി പിന്നെ 12 മണിക്ക് അയാൾ വന്നു. ഒരു മോശക്കാരനാണ് ആൾ, റോബർട്ട് എന്ന് പറയും. ആൾ വന്ന് നോക്കി, ആൾ പോയി കിടന്നുറങ്ങി. മഴ. അപ്പോൾ ആൾ കമ്പിളി പോയിച്ച് ആൾ പോയി കിടന്നു. അപ്പോൾ ഞങ്ങളുടെ ഉടനെ എല്ലാവരും പുറത്ത് വന്നു. വരുന്നതിന് മുമ്പ് ഞങ്ങൾ ഇതുപോലെ ചുമരിൽ മുദ്രാവാക്യങ്ങൾ എഴുതി വെച്ചു. പിന്നെ പ്രധാന മുദ്രാവാക്യങ്ങൾ ഒന്ന് ജന്മിത്വം നശിക്കട്ടെ, സാമ്രാജ്യത്വം ചെറിയട്ടെ, പ്രധാന മുദ്രാവാക്യം നക്സൽ ബാരി സിന്ദാബാദ്. പിന്നെ ഒരു പ്രസ്താവന, സമൂഹത്തിൻ്റെ പൊതു താല്പര്യവുമായി ബന്ധപ്പെട്ട വിപ്ലവ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് ഞങ്ങൾ അകത്തു വന്നത്. അതിൻ്റെ പൂർത്തീകരണത്തിന് തന്നെയാണ് പുറത്തു പോകുന്നത്. വിഷമിപ്പിക്കേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. ത്യാഗത്തിൽ ഞങ്ങളോട് സഹകരിക്കുക, ഒന്നും വൃഥാവിലാകില്ല. അതേസമയം ഞങ്ങളുടെ അവശേഷിക്കുന്ന സഖാക്കൾക്ക് എന്തെങ്കിലും വിഷമം സംഭവിച്ചുവെന്നറിഞ്ഞാൽ അതിൻ്റെ കടുത്ത ഭവിഷ്യത്തുകൾ നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. അത് വാതിൽ തുറന്ന് ഉള്ളിൽ വന്നാൽ ഇത് കാണും. അപ്പോൾ അത് അവർ കാണുന്നു. ഞങ്ങൾ ആദ്യം എന്നെ അവർ ഇതിൻ്റെ ഉള്ളിൽ കൂടി കഷ്ടി തല കയറി. അതിപ്പോൾ പറഞ്ഞാലൊന്നും വിശ്വസിക്കില്ല. അങ്ങനെ 2ാം പ്രാവശ്യം ഒരാളെ അതിൽ ചാടാൻ പറ്റില്ല. അയാൾ പറഞ്ഞു അന്നൊക്കെ ചാടി, ഇന്നിപ്പോൾ അതിൽ കഴിയുമെന്ന് അറിയില്ല. തല കടന്നാൽ അങ്ങനെ കടക്കാം ഉടൽ, അതാണ് തത്വം. എന്നെ അവർ ഇങ്ങനെ കിടത്തി പിന്നെ പിടിച്ച് തള്ളി.
അപ്പോൾ ഞാൻ അങ്ങനെ കൈകൂത്തി അങ്ങനെ ഡൈവ് ചെയ്ത് അപ്പുറത്തേക്ക് മറിയണു. പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വലിച്ച് എളുപ്പമാണല്ലോ, വലിച്ചു. ബാക്കി ഞങ്ങൾ 9 പേര്. അപ്പം 3 ആൾ നിരന്നു, അതിൻ്റെ മുകളിൽ 2 ആൾ നിരന്നു, പിരമിഡായി. അപ്പോൾ ഒരു ഏറെക്കുറെ അതിൻ്റെ അറ്റം വരെയൊക്കെ എത്തി. അപ്പോൾ അതിൽ കയറി എന്നെ വീണ്ടും മതിലിൻ്റെ മുകളിൽ കയറണം. അപ്പോൾ അവിടെ വാച്ച് ടവറുണ്ട്, അതിൻ്റെ മുകളിൽ ആളുണ്ടാവും, ഡ്യൂട്ടി നോക്കണം എന്നുള്ളതാണ്. അവിടെ നോക്കിയാൽ എല്ലാം കോമ്പൗണ്ട് മുഴുവൻ കാണും. അപ്പോൾ അസൽ മഴയാണ്, എല്ലാവരും ഉറക്കമാണ്, റോന്ത് ചുറ്റലുമില്ല, ഒന്നുമില്ല. മഴ നന്നായി സഹകരിച്ചു. അപ്പോൾ എനിക്ക് അവർ ഈ കയറുണ്ടാക്കിയത് എൻ്റെ കയ്യിൽ തോന്നി, ഞാൻ അപ്പുറത്തേക്ക് ഇട്ടു. ഇവർ ഈ ഭാഗത്തുനിന്ന് പിടിച്ചു, അതിൽ കൂടി ഞാൻ ഊർന്ന് താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ അതിൽ പിടിച്ചു. പിന്നെ ഇവർ എല്ലാവരും ഓരോരുത്തരായിട്ട് കയറി 18 അടി മതിലാണ് കയറി, അവസാനത്താളും പുറത്തായി. അങ്ങനെ ഞങ്ങൾ പിന്നെ കമ്പി വേലിയാണ്, വളപ്പ് കുറേ ഉണ്ട്, അതിൽ കൂടി അങ്ങ് വന്ന് അപ്പുറത്ത് സബ് ജയിലിൻ്റെ അപ്പുറത്ത് എൻജിനീയറിങ് കോളേജും പിന്നെ വിമല കോളേജും. അപ്പോൾ അന്ന് മഴയായതുകൊണ്ട് പിന്നെ റോഡിലാരും ഇല്ല. അപ്പോൾ പുറത്ത് വന്നപ്പോൾ സെക്കൻഡ് ഷോ വിട്ടു, അപ്പോൾ അപ്പുറത്ത് സിനിമ തിയേറ്റർ. അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങളങ്ങ് കടന്നു. റെയിൽവേ ലൈനിൽ കൂടി ഷൊർണൂരെത്തുക എല്ലാവരും, അതായിരുന്നു ലക്ഷ്യം. റെയിൽവേ ലൈനാണ്, റോഡിൽ കൂടി നടക്കാൻ പറ്റില്ല. ആദ്യം ഞങ്ങൾ വടക്കാഞ്ചേരി മലകളൊക്കെ ഉണ്ട്, അത് കയറി പോകാനൊക്കെയാണ് പദ്ധതി കേട്ടോ. പക്ഷെ അതൊക്കെ കയറി ഇറങ്ങുമ്പോൾ ഒരു ദിവസം കൊണ്ട് അത് കവർ ചെയ്യില്ല. അപ്പോൾ പിന്നെ നാട്ടുകാരെ അറിയാനോ അത് അത്ര വിജയകരമാവില്ല എന്ന് തോന്നി. അപ്പോൾ നേരം വെളുക്കുമ്പോഴേക്ക് ഷൊർണൂർ എത്തിയാൽ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഞങ്ങളെത്തി. ഓരോ മരക്കട്ടയുണ്ടല്ലോ റെയിൽവേ, അതിൽ കൂടി ചാടി 6 മണി സൈറൻ ഊതലും ഞങ്ങൾ പുഴൻ്റെ കരയത്തിലോ പോയി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഹംസ പിരിഞ്ഞു. പേരൊക്കെ എല്ലാവരും പറഞ്ഞു. ഹംസ അയാൾക്ക് ഞാൻ പോവാം, എനിക്ക് സ്ഥലമുണ്ട്. ഞങ്ങൾ പോയി. മുരളി പോയി. പിന്നെ ശേഷിക്കുന്നത് ഞാൻ, ഗോപാലകൃഷ്ണൻ, കുമാരൻ, പിന്നെ മണി, ഭാസ്കരൻ, ഇതാണ് ഞങ്ങൾ 4ഉം 2ഉം 6 ആളാണ്. 3 ആൾ അതിൻ്റെ ഇടയ്ക്ക് പിരിഞ്ഞു പോയി. അപ്പോൾ അവിടെ വെച്ചിട്ട് അല്പം ചില്ലറ കാശൊക്കെ ഉള്ളൂ കയ്യിൽ, 6 ഉറുപ്പ്യ 7 ഉറുപ്പ്യ. അവർക്ക് കൽക്കത്തയിൽ പോകണം, രാധാകൃഷ്ണനും. പോയിട്ട് തിരിച്ചു വരരുത്, ഇത് പാർട്ടിയായിട്ട് ബന്ധം ഉണ്ടാക്കണം, പോയി സംസാരിക്കാൻ. ഭാഷ അറിയുന്നവരായതുകൊണ്ട് അവർ 2 ആളെ അങ്ങ് വിട്ടു. അപ്പോൾ അവരെങ്ങനെയെങ്കിലും വിദ്യാർത്ഥി പ്രവർത്തകരാണെന്ന് കൊണ്ടാണ് അവരൊക്കെ പോയി അവർ എവിടേക്കോ ബീഹാർ, ഒറീസയൊക്കെ താമസിച്ച് ഹോട്ടൽ പണിയൊക്കെ എടുത്ത് അതിൻ്റെ ഇടയ്ക്ക് അവർ റെയിലിൽ ടിക്കറ്റില്ലാതെ പിടിച്ചു. അപ്പോൾ വിദ്യാർത്ഥി പ്രവർത്തകരാണെന്നൊക്കെ പറഞ്ഞപ്പോൾ വിട്ടാക്കി. പിന്നെ അവർ സ്റ്റൗവ് വാങ്ങി, അരി വാങ്ങി, കഞ്ഞി വെച്ച് നടന്നും അങ്ങനെയൊക്കെയാണ് അവർ വടക്കേ ഇന്ത്യ എത്തി. കൽക്കത്ത എത്തി അവർ ശ്രമം നടത്തിയെന്നാണ് പിന്നീട് പറഞ്ഞത്. പക്ഷെ അവിടെ എന്തുകൊണ്ടും അവർ പിന്നെ അവിടെ നിന്നില്ല. അവിടെ നിൽക്കാതെ തിരിച്ചു വന്നു. കോയമ്പത്തൂർ എത്തിയപ്പോൾ അവരെ അറസ്റ്റ് ചെയ്തു. കോയമ്പത്തൂർ ആരോ അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് പോലീസിൽ വിവരം അറിയിച്ച് ഇവരെ പിടിക്കുകയാണ് ചെയ്തത്. അവരതിൽ കാശൊന്നുമില്ല. അപ്പോൾ പരിചയമുള്ള ഒരാളെയാണ് അവർ ജയിലിൽ നിന്ന് കണ്ട് പരിചയമുള്ള ഒരു തടവുകാരനെ കണ്ടിട്ടാണ് പൈസ ആണ്. അപ്പോൾ അയാൾ ഞാൻ പൈസ ഉണ്ടാക്കി തരാൻ പറഞ്ഞ് അയാൾ രക്തം വിറ്റ് കാശുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് പോലീസാണ് വന്നത്. പിന്നെ ഇവരെ പിടിച്ചിട്ട് പോകുന്നു. ഇത് പിന്നീട് അറിയുന്ന കാര്യം. ഞങ്ങൾ അവിടുന്ന് ഷൊർണൂർ അവിടുന്ന് നേരെ ഇപ്പുറത്ത് കയറി. ഞങ്ങളുടെ 2 രൂപ എന്തോ ഉണ്ടായിരുന്നുള്ളൂ, 4 ആൾ. അപ്പം ഇപ്പുറത്ത് കയറിയ കനാലാണ്. ആ കനാൽ നേരെ മായനൂരെത്തും, പുഴൻ്റെ ഇക്കര സ്ഥലം അറിയും, പറഞ്ഞ ഭൂമി. മായനൂരെത്തും. അതാണ് അതിൻ്റെ ലാൻഡ് മാർക്ക് നമുക്ക്. അപ്പോൾ കനാൽ വരമ്പിൽ കൂടി നടക്കാമെന്നുള്ളതാണ്. കാരണം കനാൽ വരമ്പാകുമ്പോൾ അങ്ങനെ ആൾക്കാരും ഉണ്ടാവില്ല, വാഹനങ്ങൾ വരില്ല, പോലീസ് ജീപ്പൊന്നും വരാൻ. പക്ഷെ നോക്കുമ്പോൾ അവിടെയൊക്കെ നല്ല റോഡായിരിക്കണം കനാൽ വരമ്പ്. കാരണം കോങ്ങാട് സംഭവം നടന്നപ്പോൾ ആ മലകളും കുന്നുകളും ഒക്കെ അരിച്ചു പെറുക്കിയിട്ടുണ്ടവർ. അതിന് ജീപ്പ് വരാൻ വേണ്ടിയൊക്കെ നേരാക്കിയതാണെന്നാണ് പറഞ്ഞത്. ഞങ്ങളങ്ങനെ വന്നു. വഴിക്ക് ഒരു ചക്ക കഷ്ണമാക്കി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങാമെന്ന് പറഞ്ഞ് വാങ്ങി ചുള പറിച്ച് എല്ലാവരും കഴിച്ചു.
ഭക്ഷണമില്ലല്ലോ, രാത്രി മുഴുവൻ ഓടിയതല്ലേ. അപ്പം അത് കഴിച്ചു. ചക്കക്കുരു പൊതിഞ്ഞ് കയ്യിൽ വെച്ചു. അതുകൊണ്ട് നടന്നു. ഒരു 3 മണിയൊക്കെ ആവും സുമാറ്. നല്ല വെയിൽ. അപ്പോൾ മായനൂരാക്കുമ്പോൾ രാത്രി എത്താൻ പറ്റും. അപ്പോൾ അതുവരയ്ക്കും സമയം എന്ത് കഴിഞ്ഞാൽ ഒരു അമ്പലം കണ്ടു. അവിടെ തൊട്ട് പുഴയാണ്, ഭാരതപ്പുഴ ഇങ്ങനെ ഒഴുകുന്നത്. അപ്പുറത്ത് ഇറങ്ങി പുഴയിൽ ഇറങ്ങി അവിടെ കിടന്നു, കുളിച്ചു. കുളിക്കുന്ന മാതിരി അവിടെ കിടന്നു, നല്ല ക്ഷീണമൊക്കെ മാറ്റി. അപ്പോഴാണ് ഐഡിയ തോന്നിയത്, പരലും ഈ കലങ്ങ് വെള്ളമല്ലേ, അപ്പോൾ ആ കണ്ണിന് ചൊറിച്ചിലായി മീനൊക്കെ ഇങ്ങനെ ചാടും. ഇത് കണ്ടപ്പോൾ മീൻ പിടിച്ചു, വൃത്തിയാക്കി. ആൾക്ക് 2-3 അധികം കഴിച്ച ചതിച്ചാലോ എന്നുള്ള പേടിയുണ്ട്. പരിമിതമായിട്ട് 2-3 കഴിയുന്നത്ര 2-3 ഒക്കെ കഴിച്ചവരുണ്ട്. ഞാൻ 3 കഴിച്ചു. അതിനെ പച്ച മത്സ്യം, നല്ല പരല്, അത് കഴിച്ചു. പിന്നെ ചപ്പ എന്തോ കത്തിച്ച് ചൂടാക്കി, അരയിലോ തീപ്പെട്ടി ഉണ്ടായിരുന്നു, ചക്കക്കുരു ചുട്ടു, അതും തിന്നു. പുഴയിൽ നിന്ന് വെള്ളവും കുടിച്ച് ഈ അമ്പലമുറ്റത്ത് വന്ന്, വിജനമാണ്, അതൊരു വലിയ മലൻ്റെ താഴെയാണ്. അവിടെ നിഴൽ കിടന്നു. വൈകുന്നേരം ആവണമല്ലോ, അജവിനി അധികം ദൂരമില്ല മായനൂർക്ക്. അവിടെ കിടന്നു. അപ്പോൾ ഒരു 4-5 മണിയാവുമ്പോൾ കലവില ശബ്ദം. അപ്പോൾ ജോലിക്ക് പോയ 3 മണി കഴിഞ്ഞ് ജോലിക്ക് വരുന്ന സ്ത്രീകളാണ്. അപ്പോൾ അവർ വന്ന് ഞങ്ങളൊക്കെ ചെറുപ്പക്കാരൊക്കെ വെളുക്കനെ ഒക്കെ കിടക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് അപ്പോൾ അവരിങ്ങനെ ദൂരത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഞങ്ങളോടൊന്നും ചോദിച്ചൊന്നുമില്ല. അവർക്ക് എന്തോ ഒരു പന്തികേടെന്ന് അവർക്കും തോന്നി, ഞങ്ങൾക്ക് പന്തികേടാണെന്ന് ഞങ്ങൾക്ക് തോന്നുമല്ലോ. ഞങ്ങൾ അവിടുന്ന് പിന്നെ വീണ്ടും നടന്നു. എന്തായാലും ഒരു 5 മണിക്ക് മുമ്പ് മായനൊരു എനിക്ക് അറിയുന്ന പ്രദേശം അങ്ങ് വന്നു. അവിടെ ഭാസ്കരനോട് പറഞ്ഞിട്ട് അവിടെ 2 സഹാക്കളുണ്ട്. നീലി എന്ന് പറഞ്ഞൊരു സഹാവുണ്ട്, പിന്നെ ഒരു ലക്ഷ്മിക്കുട്ടിയമ്മയുണ്ട്. അവരെ കണ്ടിട്ട് എന്തെങ്കിലും പൈസയും ഭക്ഷണ സാധനങ്ങളും വാങ്ങിക്കണം, ശ്രദ്ധിച്ചു പോകണം എന്ന് പറഞ്ഞ് ഭാസ്കരനെ അയക്കുന്നുണ്ട്. ആളത് കണ്ട് പോയി. അവിടുന്ന് കുറച്ച് കാശും സമ്പാദിച്ച് ബന്നോ എന്തൊക്കെ കിട്ടി, അതും കൊണ്ട് വന്നു. ഞങ്ങളുടെ അവിടെ വന്നു. പിന്നെ അവിടുന്ന് പാലപ്പുറം പുഴ കടന്നു. നല്ല വെള്ളമുണ്ട്. അവിടുന്ന് എന്തോ പനമ്പഴം കിട്ടി പാടത്തുനിന്ന്, അത് കഴിച്ചു. അതുകൊണ്ട് പിന്നെ അവിടുന്ന് അങ്ങ് അക്കരെ കടന്ന് വൈകുന്നേരമായി. അപ്പോഴേക്ക് ഇരുട്ടാവണു. അപ്പോൾ ഒരു മുഖപരിചയമില്ലാത്ത ഒരാൾ പോയി അവിടുന്ന് 2 ചൂട്ട് വാങ്ങിച്ചു. ചൂട്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ, പന്തം. അല്ല, ഈ ഭാഷകൾ വ്യത്യാസം. അപ്പോൾ പന്തം 2 വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ റെയിൽവേ ലൈനിൽ ചൂട്ട് കത്തി, ഇരുട്ടായി, ചൂട്ടും കത്തിച്ചാണ് നടക്കൽ. കൂടെ ഉണ്ടായിരുന്ന മണിക്ക് തീരെ നടക്കാൻ വയ്യ. അയാളൊരു പ്രത്യേക ശരീരമാണ്, മൃദുവായിട്ടുള്ള കാലാണ്. അപ്പോൾ ഈ രാത്രി മുഴുവൻ ഓടി ജല്ലിയിലൊക്കെ കാല് തട്ടിയിട്ട് പൊട്ടിയിട്ടൊക്കെ കാല് നീര് വന്നിരിക്കുക, തീരെ നടക്കാൻ വയ്യ. അപ്പോൾ പിന്നെ ഞങ്ങൾ ആളില്ലാത്ത സ്ഥലത്ത് ഞാനേറ്റും ഭാസ്കരനേറ്റും ഞങ്ങൾ 2 ഏറ്റിട്ടാണ് നടക്കുക. പക്ഷെ ആൾക്കാർ കണ്ടാൽ അതൊരു പ്രശ്നമാകുമല്ലോ, ഒരാളെ ഏറ്റിട്ട് പോകണം കണ്ടാൽ. അതൊരു അടയാളം കൂടിയാണല്ലോ. അപ്പോൾ എന്താണെന്ന് ചോദിക്കും എന്തായാലും ഒരാളെ ഏറ്റിട്ട് പോകുമ്പോൾ. അപ്പോൾ ആ വിജനായ സ്ഥലത്ത് ഞങ്ങളങ്ങനെ ഏറ്റിട്ട് പോകും. അല്ലാത്ത പോകുമ്പോൾ അയാൾ നടന്നു. അങ്ങനെ മങ്കര എത്തി ഞങ്ങൾ റെയിൽവേ ലൈനിലൂടെ നടന്നിട്ട്. അവിടെ സ്റ്റേഷനിൽ വന്നിട്ട് അങ്ങനെ ഇരുന്നതാണ് കുറച്ച് നേരം വിശ്രമിക്കാൻ വേണ്ടി. സ്റ്റേഷൻ മാഷ് പറഞ്ഞു, ആരാ നിങ്ങൾ? ഞങ്ങൾ ഫുഡ് കോർപ്പറേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, കൊല്ലക്കോട്. അപ്പോൾ ലോഡ് ഇറക്കാൻ വന്നതാണ്. ഈ സമയത്ത് വണ്ടി ഉണ്ടോ എന്തോന്ന് അറിയാൻ വന്നതാണ്. വണ്ടിയും കിട്ടിയൊന്നും ഈ സമയത്ത് ഇവിടെ ഇരിക്കാൻ പാടില്ല, ഇവിടെ ആകെ പ്രശ്നമാണ്. എനിക്ക് അല്ലെങ്കിലേ പുലിവാലാണ്, എല്ലാവരും ഇവിടുന്ന് പോകണമെന്ന്. ഞങ്ങളിവിടെ താമസിക്കാൻ വന്നില്ല, വെറുതെ ഇരിക്കുകയാണ്. പോയി ഞങ്ങൾ, അത് പറ്റില്ല പോകണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ അവിടുന്ന് ഇറങ്ങി. കുറച്ച് അങ്ങോട്ട് നടന്ന റോഡായി. അപ്പോൾ ആ റോഡ് അങ്ങ് മങ്കര പൂടൂര് കടന്ന് അങ്ങ് കൊടുന്തിരപ്പള്ളി അങ്ങ് മെഴ്സി കോളേജ് വരയ്ക്കും വരുന്ന റോഡാണ് പാലക്കാട്. അന്ന് അവിടെ പാലമൊന്നുമില്ല, പുഴ ഇറങ്ങിക്കിടക്കുക തന്നെ വേണം. അപ്പോൾ ഞങ്ങൾ നടന്നു അവിടുന്ന്. അപ്പോൾ ഞങ്ങൾ നടന്ന് കാളികാവ് ക്ഷേത്രം പുഴ കടന്നപ്പോൾ വെള്ളം ഇങ്ങനെ കയറി വരിക. കയ്യിൽ ചൂട്ട്, അത് ഇത്ര വട്ടത്തിലല്ലേ വെള്ളിച്ചുണ്ടാവുക, നമുക്ക് ദൂരെ കാണുന്നല്ല, അതില്ല, ചൂട്ടും തീർന്നു. അപ്പോൾ വെള്ളം കൂടി വരുന്നു, കര അങ്ങോട്ട് എത്തണമില്ല.
അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് ശരിയല്ല, നമ്മൾ ശരിയായ ഇതിലല്ല പോകുന്നത് തോന്നുന്നുണ്ട്, തിരിച്ചു കയറിയാണ്. തിരിച്ചു കയറി ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്നു. അപ്പം അവിടെ ക്ഷേത്രമുണ്ട്, കാളികാവ് ക്ഷേത്രം. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ വരാന്ത ഉണ്ടാവില്ല, അതിൽ ഇരുന്ന് പുലർച്ചെ ആകുമ്പോൾ അതിപുലർച്ചെ കടക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശം എൻ്റെ മനസ്സിൽ ആരോടും പറഞ്ഞില്ല. എൻ്റെ കൂടെ പഠിച്ച തൊട്ട് കഴിഞ്ഞാൽ പിന്നെ കോട്ടായായി, ഓടന്നൂരായി. എൻ്റെ കൂടെ പഠിച്ച ഒരു ആളുണ്ട്, സഹപ്രവർത്തകനായിരുന്നു പഠിക്കുന്ന സമയത്ത്. വളരെ വിശ്വസ്തനായ സുഹൃത്ത്. ആളുടെ വീട്ടിൽ പോവാം, വലിയ വീടാണ്, അവിടെ താമസിക്കാം പകൽ, എന്നിട്ട് പിന്നെ അവിടുന്ന് പോവാം എന്നുള്ളതാണ്. ഞങ്ങൾ 4 ആൾ. അപ്പോൾ ഞങ്ങൾ ഇവിടെ കയറി വന്ന് നോക്കാം, വരാന്തയില്ല, നേരെ ചുമര, മഴ പെയ്യുന്നു. അപ്പോൾ അങ്ങനെ നിന്ന് നനഞ്ഞിങ്ങനെ നിൽക്കുക. അപ്പോൾ തൊട്ടടുത്ത് ഊട്ടുവരാം. അപ്പോൾ അവിടെ അവർ സംഭാഷണം, വിളക്ക് കത്തിച്ചു, വിളക്ക് കണ്ടു. അപ്പോൾ അവർ നമ്മൾ വന്ന് അറിഞ്ഞിട്ടുണ്ടാവും. അവർ നമ്മൾ അറിയുന്നതിന് മുമ്പ് നമ്മൾ അങ്ങോട്ട് പോയി ബന്ധപ്പെടാണ്. അപ്പോൾ അവർ ഞങ്ങൾ അങ്ങ് പോയി വിളിച്ചു. ഞങ്ങളിങ്ങനെ മരണ വാർത്ത പറയാൻ തോടന്നൂർ പോവാണേ. മങ്കരയിൽ നിന്നാ വരുന്നേ. പുഴയിൽ വല്ലാത്ത വെള്ളം. നനയണ്ട, ഇങ്ങോട്ട് കയറിയിരുന്നോളൂ. ഇപ്പൊ പോവണ്ട, പുഴയിൽ വെള്ളം ഉണ്ടാകും. പകല് മുഴുവൻ വെള്ളം ഉണ്ടായിരുന്നു. രാവിലെ പോകാം. അത് വലിയ സന്തോഷമായി. ഒരു പനമ്പ് കൊണ്ടുവന്ന് അത് ഇട്ട് വന്നു. അതിൽ കിടന്നു ഞങ്ങൾ. 2 ആൾ ഉറങ്ങും, 2 ആൾ ഉറക്കൊഴിച്ചിരിക്കും. അങ്ങനെ നേരം പുലർത്തു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കട്ടൻ കാപ്പി, കടല വറുത്തതൊക്കെ തന്നു, അത് കഴിച്ചു. രാത്രി നേരം വെളുത്ത് 4 മണിയാകുമ്പോൾ നല്ല ഇരുട്ടാണ്. ഇറങ്ങി വന്നപ്പോൾ പുഴയിൽ വെള്ളം പറ്റി. ഞങ്ങൾ യാത്രയും പറഞ്ഞു വന്നു. പക്ഷെ പുഴൻ്റെ നടുക്ക് വെച്ച് തന്നെ മണി പറഞ്ഞു, എനിക്ക് തീരെ വയ്യ, നടക്കാൻ പറ്റുന്നില്ല. എന്നെ ഉപേക്ഷിച്ച് സഖാക്കൾ രക്ഷപ്പെട്ടോ? ആരെയും ഉപേക്ഷിക്കുന്ന പണിയില്ല, നമ്മൾ ഒരുമിച്ച് രക്ഷപ്പെടും. അപ്പോൾ എന്നെ ഉപേക്ഷിക്കുന്നതാണ് ആൾ പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ റോഡിൽ ഇടതോ വലതോ തിരിയാതെ നേരെ വരുമ്പോൾ ഒരു കുന്നും 3 ആൽവൃക്ഷമുണ്ട്, അവിടെ അതിൻ്റെ ചുവട്ട് ഞങ്ങളുണ്ടാവും, നിങ്ങൾ പോയാൽ ഞങ്ങൾ പോകാം. ഞങ്ങൾ വേഗം നടന്നു. ഇവരോട് വരാനും പറഞ്ഞു. ഞങ്ങൾ നേരെ പോയി അതിൻ്റെ തൊട്ടടുത്ത് സുഹൃത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ വീട് നിറയെ ആൾ. പുലർച്ചെ ഒരു 7 മണി 8 മണി ഉണ്ടാവുള്ളൂ, അത്രയും ആവില്ല. നേരം വീട് നിറയെ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ അങ്ങ് കണ്ടപ്പോൾ ഞാൻ കാണേണ്ട ആൾ ഇല്ല അവിടെ. അപ്പോൾ അവർ അമ്മാവൻ, കേശവമാമനോട് ഞാൻ നേരത്തെ പരാമർശിച്ചു, അയാൾ ഈ എൻ്റെ സഹപാഠിൻ്റെ അമ്മാവനാണ്. അപ്പോൾ അയാൾ എന്നെ കണ്ട് മനസ്സിലായി. ഞാനിങ്ങനെ നേരെ വീട്ടിൻ്റെ പുറകിലേക്ക് പോയി. അയാൾ അപ്പുറത്തുകൂടി വന്നു. അല്ല രാമുണ്ണി എങ്ങനെയാണ് വന്നത്? ഞങ്ങൾ ജയിലിൽ ചാടിയതാണ് വന്നത്. അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ നിൽക്കാൻ പറ്റില്ല, കുമാരനില്ല. കുമാരൻ എൻ്റെ സുഹൃത്ത് സഹപാഠി, ആളില്ല. ആൾ ഭാര്യ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ അനിയനും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്, അവരെല്ലാം പേടിക്കും. ആൾ പറഞ്ഞത് രാവുണ്ണി കോങ്ങാട് സംഭവത്തിന് ശേഷം ഇവിടെ താമസിച്ച വീടുകളിൽ അവിടെ വീടുകളിലൊക്കെ ഞാൻ താമസിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ പോലീസ് വരിക അന്വേഷിക്കുകയും ചെയ്തു. ഇവിടെയും വന്നു അതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ഇവിടെ അറിയില്ല, ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്, മരുമകൻ്റെ സുഹൃത്താണെന്നറിയാം, എനിക്ക് ആളെയൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അവർ പോയി. ഇനിയും വരും അവരിവിടെ. ഈ വീടുകളിലൊക്കെ പോയിട്ട് ഇവിടെ നിൽക്കരുത്, അവർ ഇനിയും ഇവിടെ വരും. അപ്പോൾ നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ, ഈ വീട് കണ്ടിട്ടായിരിക്കല്ലോ വന്നത്, ഒരു ലക്ഷ്യം ഉണ്ടല്ലോ, അത് നമുക്ക് നിങ്ങൾ പോവും നിൽക്കുമെന്ന് പറഞ്ഞാൽ ആൾ ഉള്ളിൽ പോയി കുറേ ആവിയിൽ നാളികേരം തല്ലി പൊളിച്ച് അത് കഷ്ണങ്ങൾ. പിന്നെ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, 2 ഉറുപ്പ്യ എന്നുകൊണ്ട് അതും തന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് അങ്ങ് വന്നു. തിരിച്ചു വന്നു. ഭാസ്കരനെ ഞാൻ പഠിക്കാൻ നിർത്തിയിട്ടാണ് പോയത്. അപ്പോൾ ഭാസ്കരനോട് കാര്യം പറഞ്ഞു. അപ്പോൾ പകല് കഴിച്ചു കൂടണം. അപ്പോൾ ഞാൻ തിരിച്ചിങ്ങോട്ട് വന്ന് ഇവർ ആൽമരത്തിൻ്റെ അവിടെ എന്ന് പറഞ്ഞ് നിന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ പിന്നെ അത്യാവശ്യം ആൾക്കാർ പണിക്ക് പോകുന്നവരൊക്കെ വരാൻ തുടങ്ങി. വിജനമാണ് അവിടെ, വിജനമായ സ്ഥലമാണ്. എന്നാലും ഞാനവിടെ പഠിച്ച അമ്മാവൻ്റെ വീട് തൊഴിൻ്റെ അപ്പുറത്താണ്. എന്നെ ആരെങ്കിലും അറിയുന്നവർ കാണാതിരിക്കില്ല. അപ്പോൾ ഒരു കാര്യത്തിൽ വന്ന വഴിക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് കുറേ ദൂരം ഇങ്ങോട്ട് വന്ന് റോഡ് ക്രോസ് ചെയ്യുന്ന മലമ്പുഴ കനാൽ പോകുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ഇതിൻ്റെ അടിയിൽ കയറിയിരിക്കും. ഭാസ്കരൻ നേരെ പുഴ വരയ്ക്കും പോയിട്ട് അവരെന്തായി എന്നുള്ളത് ഇവരെ കാണാനില്ലല്ലോ, ആൾ അന്വേഷിക്കാൻ വേണ്ടി പോവുകയാണ്.
അവ തിരിച്ചു വന്നിട്ട് ചുറ്റും നോക്കിയിട്ട് വേണം ഇതിൻ്റെ അകത്ത് കയറാൻ. ആരുടെയും ശ്രദ്ധയിൽപ്പെടരുത്. പകൽ ഇവിടെ കിടന്ന് രാത്രി നമുക്ക് പോവാം. സ്ഥലം കൂടാണ്. അങ്ങനെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കിടന്നു. ഭാസ്കരൻ പോയി. കുറേ കഴിഞ്ഞപ്പോൾ ഭാസ്കരൻ ഞാൻ പറഞ്ഞ പ്രകാരം കല്ലെടുത്തിട്ട് ഈ കലിങ്കിൽ ഇങ്ങനെ 3 തൊട്ട് കൂട്ടി. അപ്പോൾ ഞാൻ ശബ്ദം ഉണ്ടാക്കി. അവരെ കണ്ടിട്ടില്ല. ഇത്ര നേരം നിന്നു. പിന്നെ പത്രത്തിൽ 9 ആളുടെ ഫോട്ടോ മാതൃഭൂമിയിൽ ഫോട്ടോ വന്നിട്ടുണ്ട്. ഹെഡിങ് ഇങ്ങനെയാണ്: കേരളത്തെ പ്രകമ്പനം കൊള്ളിച്ച ജയിൽ ചാട്ടം. കേരളത്തിലെ ഏറ്റവും വലിയ ജയിൽ ചാട്ടം അല്ലേ? അല്ല, പ്രകമ്പനം കൊള്ളിച്ച ജയിൽ ചാട്ടം എന്നാണ് ഫ്രണ്ട് പേജ് ഹെഡിങ്. 9 ആളുടെ പേര്, ആ ഫോട്ടോ, ഓരോരുത്തരുടെ അടയാളങ്ങൾ കൃത്യമായിട്ട് തന്നെ ഇവരെ കണ്ടാൽ ജനങ്ങൾ അവരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണമെന്ന് പ്രസ്താവനയുണ്ട് പോലീസ് ഐജിൻ്റെ. അപ്പോൾ പത്രം ഞാൻ നോക്കി മെല്ലെ മടക്കി വെച്ചിട്ട് പിന്നെ പുഴ വരയ്ക്കും പോയി കണ്ടില്ല. തിരിച്ചു വന്നു. ശരി കടന്നു ഞങ്ങൾ. കുറേ കഴിഞ്ഞപ്പോൾ അന്നും പകൽ മഴയില്ല. വൈകുന്നേരം ആകുമ്പോൾ ഗംഭീര മഴ. കനാലിൽ കൂടി ഇങ്ങനെ വെള്ളം വരാൻ തുടങ്ങി. അപ്പോൾ ആദ്യമൊക്കെ തടുത്തു നോക്കി. പിന്നെ തടുത്തത് അതൊരു വിഡിത്തമാണ് തോന്നി. കാരണം വെള്ളം കൂടുകയല്ലേ. വന്ന് ഇത് തടുത്തത് ഇത് പൊട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ മൂക്കോളം വരും വെള്ളം. അപ്പോൾ ഉടനെ പറഞ്ഞ് പുറത്ത് ചാടാൻ പറഞ്ഞു. പുറത്ത് ചാടി. അവൻ ദേഹം മുഴുവൻ ചളി. യോഗ ടൈറ്റ് പുട്ടുമാതിരിയാണ്. കുഴലിൻ്റെ ഉള്ളിൽ ടൈറ്റാണ്. അതിന് രണ്ടാളും പുറത്ത് ചാടി. ഈ വേഷത്തിൽ എവിടെയും പോകാനും പറ്റില്ല. തോട്. പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെ മഴയും കൊണ്ടൊക്കെ അലഞ്ഞു നോക്കി. അവിടെ തോട്ടിലൊന്നും വെള്ളമില്ല. അങ്ങനെ വന്നൊരു വീട്ടിൽ വന്നു. വീട്ടിലൊരു പാടത്തിൻ്റെ നടുക്ക് ഒരു ചെറിയ കൂര വീട്. കുട്ടികൾ ഇരുന്ന് പാഠം പഠിക്കുന്നു. നമശിവായും ചൊല്ലുമൊക്കെയാണ്. അപ്പോൾ വന്നിട്ട് കയറിയിരുന്ന അയാളുടെ അച്ഛനവിടെ മോനെ. അപ്പോൾ അച്ഛൻ നാട്ടിൽ പോയതാണ്. അപ്പോൾ അച്ഛൻ്റെ പേരെന്താണ്? വേലായുധൻ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ അവിടെ, അമ്മ റേഷൻ ഷാപ്പിൽ പോയി. എപ്പോൾ വരും? അവരുടെ ലോകമായി. ഞങ്ങളവിടെ ഇരുന്നു. അപ്പോൾ അമ്മ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു, വേലായുധേട്ടനെ കാണാൻ വന്നാൽ ഇവിടെ ഇല്ല അല്ലേ? അയ്യോ ഇല്ല, നാട്ടിൽ പോയി. ഇല്ല, ഞങ്ങൾ പരിചയമുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ കുറേ നേരം അവസ്ഥയിൽ ഇതെന്തെങ്ങനെ ചളി ദേഹത്ത്. അതൊരു അബദ്ധം പറ്റിയതാണ്. ഇവിടെ കരിയങ്കോട് ഒരാളുടെ പേര് പറഞ്ഞു. എനിക്ക് അവിടെയൊക്കെ അറിയുന്ന. അപ്പോൾ പണ്ട് മിൽത്തൊഴിലാളിയായിരുന്ന ആളുടെ പേര് പറഞ്ഞു. അവിടെ വന്നാണ്, ലീവാണ്. അപ്പോൾ അയാൾ ഇത്തിരി നേരം പോക്ക് കഴിക്കാൻ തന്നു. അങ്ങനെ കഴിച്ച് ശീലമില്ല. കഴിച്ചു. മഴയല്ലേ, വഴിക്ക് വീണു, ചളിയായതാണ്. അപ്പോൾ ഈ ചളി ഇത് എങ്ങനെ അതും കൊണ്ട് പോകാമെന്നാണ്. അപ്പോൾ അവർ പറഞ്ഞു വെള്ളം ഇങ്ങനെ വീഴുക, വേറെ വെള്ളം ഈ തകരത്തുനിന്ന്. അപ്പോൾ ആ ബക്കറ്റ് കൊണ്ടുവന്ന് അതിൽ കഴുകാൻ പറഞ്ഞു. വെള്ളം കഴുകി. ഞങ്ങളുടെ കയ്യിൽ വേറെ എക്സ്ട്രാ ഉടുപ്പുണ്ട്, അത് ധരിച്ചു. അപ്പോൾ ഞാൻ ചായ ഒന്നും തരാനില്ല ഞങ്ങളുടെ കയ്യിൽ. പിന്നെ കഞ്ഞിവെള്ളം തരട്ടെ. അപ്പോൾ നമുക്കത് കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ കഞ്ഞിവെള്ളം ഇത്തിരി വറ്റിടട്ടെ എന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല പറഞ്ഞു. അങ്ങനെ വയറ് നിറയെ കഞ്ഞി കിട്ടി രണ്ടാൾക്ക്, ഞാനും ഭാസ്കരനും. ഞങ്ങൾ അവിടുന്ന് ഒരു ധാരണ ഉണ്ടാക്കി. ഭാസ്കരൻ പിന്നെ അങ്ങ് പോയി. ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഞാനും പോയി. ഞാൻ അവിടെ ഒരു കർഷകൻ്റെ പഴയ സുഹൃത്ത് കർഷകൻ്റെ വീട്ടിലേക്കാണ് പോയത്. ആൾ പഞ്ചായത്ത് മെമ്പറായിരുന്നു. അവിടെ പോകുമ്പോൾ അവർ അൾസേഷൻ പട്ടി വന്ന് ഗേറ്റ് തുറക്കാൻ വിടുന്നില്ല, തൊടാൻ പറ്റുന്നു. അപ്പോൾ അവർ ഓടിക്കൊണ്ട് വന്നപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പത്രം വായിച്ചു, എന്തായാലും ഇവിടെ വരാണ്ടിരിക്കില്ല. അന്ന് വേഗം വാല് തുറന്നു. ഒരു ഔട്ട് ഹൗസ് ഉണ്ട് അവിടെ. അപ്പോഴേ കട്ടിൽ കൊണ്ടിട്ടു. ചാരം, കാർഷിക ഉപകരണങ്ങളൊക്കെ വയ്ക്കുന്ന സാധനം. അവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ ഉടനെ ചോറ് കൊണ്ടുവന്ന് ഭക്ഷണം കഴിക്കുമ്പോഴേക്കും നായ വന്നു, അൾസേഷൻ. അപ്പോൾ ആൾ പറഞ്ഞു, ഇനി ഇവനറിയാതെ നിങ്ങളെ അവിടെ ഒരാൾ തൊടില്ല, അതാണ് അവൻ്റെ സ്വഭാവം. അപ്പോൾ അവൻ തിരക്കി. ഞങ്ങൾ അവരുടെ ഭാര്യ, മക്കൾ എല്ലാവരും ഉണ്ട്. അവൻ അതിൻ്റെ കൂടി തിരക്കി. അവനും വന്നു അവിടെ ഇരുന്നു, ഒരംഗം. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ അവനൊരു ഉരുളച്ചോറ് കൊടുക്കും. അതിൻ്റെ ദിവസേന പരിപാടിയായി. രാത്രി കിടക്കുമ്പോൾ എൻ്റെ കാലും ചോറ് കിടക്കും. അങ്ങനെ 10-15 ദിവസം അവിടെ നിന്നു. പിന്നെ അതിന് ശേഷം അവിടുന്ന് ആൾ വന്നു, കോണ്ടാക്റ്റ് വന്നു, കൂട്ടിയിട്ട് പോയി, പ്രവർത്തിച്ചു. പിന്നെ അങ്ങനെ ഞാൻ അട്ടപ്പള്ളത്ത് മിൽത്തൊഴിലാളികളുടെ ഇടയിൽ അവിടെ പ്രവർത്തിച്ചാണല്ലോ, അവിടെ വന്ന് കൂട്ടിയിട്ട് പോയി. അവിടെ ഒരു വീട്ടിൽ അവിടെ എത്തിയപ്പോൾ അവിടെ വെച്ചിട്ട് എൻ്റെ തല ആദ്യം മുട്ടയടിക്കും. അവിടെ ആൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് നോക്കിയോട്ടിനെ പറഞ്ഞു, ഇങ്ങനെ നടന്നാൽ ഹരം കയറുന്ന പ്രേമിക്കും, ഇത് ശരിയാവില്ല.
പറഞ്ഞ റേസറും കൊണ്ടും തല മുട്ടയടിച്ചു ആൾ. പിന്നെ കേരളത്തിൽ മുഴുവൻ ഞാൻ മുട്ടത്തലയായിട്ട് സഞ്ചരിച്ചത് സംഘടനാ പ്രവർത്തനം ഇതൊക്കെ ആയിട്ട്. കരുവള്ളൂർ സുബ്രഹ്മണ്യൻ തിരുവുമ്പ് എന്ന് കവി ഉണ്ടായിരുന്നല്ലോ, കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അയാളുടെ മഠം, അയാളുടെ കുടുംബക്കാരാണ് അവിടെയുള്ളത്. ആ മഠത്തിലാണ് പിന്നെ എനിക്ക് താമസം ഏർപ്പാട് ചെയ്തത്. അവിടുന്നാണ് പിന്നീട് എനിക്ക് മുമ്പ് ഞങ്ങളൊക്കെ ആയി ബന്ധമുണ്ടായിരുന്ന ഒരാളെ കസ്റ്റഡിയിലെടുത്ത് അങ്ങനെ അറിഞ്ഞ് പിടിച്ച്, ഞാനാണെന്ന് അറിയില്ല, എന്തോ ഒരു ഊഹമാണ്, ഒരു അമീർ അലി എന്ന് പറഞ്ഞ ഒരാളെ പിടിക്കണം. അയാൾ എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്, അയാൾ എൻ്റെ അനിയനാണ്, ഏട്ടൻ ഉണ്ടായിരുന്നു, അയാൾ താപം കേസിൽ പ്രതിയാണ്, അയാളെ പറഞ്ഞു കൊടുക്കും, ആളർശം ശരി, ശരി ഇനി രാവുണ്ണി എവിടെയാണെന്ന് പറഞ്ഞാൽ എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ആളിത് ഏട്ടനെ പിടിച്ചു കൊടുത്തത്. അപ്പോൾ ഇനി രാവുണ്ണിയാണ്, രക്ഷയില്ല. അപ്പോൾ എൻ്റെ വന്നിരുന്നു, ഞാൻ കണ്ടില്ല, പിന്നെ പോയി. പിന്നെ ഇന്ന ആളാണെന്ന് പറഞ്ഞ് ഒരു ശങ്കരേട്ടൻ എന്ന് പറഞ്ഞ ഒരു CPM കാരനുണ്ട്, അയാളെ പറയണം, അയാളെ അവർ വന്ന് പോക്കുന്നുണ്ട്. ഞാൻ ഈ മനയിലുണ്ട് ആ സമയത്ത്, പൊക്കുന്നുണ്ട്. കാലത്ത് ആ വീട്ടിലെ അയാൾ ചായ കുടിക്കേണ്ടതിനോ പോയിട്ട് ഓടിക്കൊണ്ടുവന്ന് ശങ്കരനെ പോലീസ് പിടിച്ചിട്ട് പോയി. അപ്പോൾ ഇനി എവിടെ നിൽക്കണമെല്ലാം ഞാൻ എല്ലാം അവിടെ ഒരു ഓഫീസുമാരിയാണ്, പേപ്പർ അത് ഇതെല്ലാം കത്തിച്ച് പോകാൻ വേണ്ടി. അപ്പോൾ എന്താ ഉണ്ടായതെന്ന് അറിയാൻ ആ വീട്ടിലെ പയ്യനെ മറുകരയാണ്, പാടത്തിൻ്റെ അപ്പുറം ഒരു നോക്കിയ കാണും, ആ വീട്ടിലേക്ക് അയച്ചപ്പോൾ അവൻ ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ പറഞ്ഞു ആരോ വരുന്നു അമ്മേ എന്ന് പറഞ്ഞിട്ടാണ് അവൻ കയറി വന്നത്. നോക്കും മുരളി കൃഷ്ണദാസും പാർട്ടി DYSP സ്പെഷ്യൽ ബ്രാഞ്ച് DYSP അവർ വീട് വളഞ്ഞു വന്നിട്ട് ഈ മന. അപ്പോൾ അവിടെ ഒരു ജനൽ, ഞാൻ മുകളിലെ സ്റ്റോറിയിലാണ്, 2ാം നിലയിലാണ്. അപ്പോൾ ഒരു ജനലിൻ്റെ അഴി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് അഴിച്ച് അതിൽ കൂടി ഇറങ്ങി ഞാൻ പുറത്ത് ചാടി ഓടി. പക്ഷേ ചുറ്റും പോലീസാണ്, അവരുടെ ഇടയിൽ ചാടുന്നു. കുറേ ദൂരം ഓടി, ഞാൻ വളരെ ദൂരം മാനേജ് ചെയ്ത് പോയി. പക്ഷേ അത് ഇതാണ് മണൽ പ്രദേശമാണ്, മണലാണ്. കുറേ ദൂരം ഓടി, പിന്നെ ഞാൻ വീണ്ടും എഴുന്നേറ്റ് തെങ്ങിന് വേണ്ടി കുഴിയെടുത്ത് വെച്ചാൽ കുഴിയിൽ എഴുന്നേറ്റ് വീണ്ടും ഓടുന്നു, വീണ്ടും വീണു. പിന്നെ ഞാൻ എഴുന്നേൽക്കുന്നില്ല, വായെന്ന് മഞ്ഞ നിറത്തിൽ വെള്ളവും ഇതൊക്കെ വന്ന് കിടക്കണം. അപ്പോഴേക്കും ഇവർ ഓടിയെത്തി വന്ന് കസ്റ്റഡിയിലാക്കി കൊഴുമൽ അമ്പലത്തിൻ്റെ ഇതിലേക്ക് കൊണ്ടുവരികയാണ്. കൊഴുമൽ അമ്പലം, അത് ഇവരുടെ കുറിപ്പിൽ തെറ്റാണ് പറഞ്ഞത്. കൊഴുമൽ 2ാം പ്രാവശ്യത്തെ അറസ്റ്റാണ്, ജയിൽ ചാടിയത്. ആൾക്കാർ നിറയെ കൂടി, ഒരു 100 ആൾക്കാരുണ്ടാവും. CPM കോട്ടയാണ് അത്. അപ്പോൾ ഇവർ കള്ളനെ പിടിച്ചതാണ്. എൻ്റെ മുണ്ടൊക്കെ അഴിച്ച് ഷഡ്ഡി മാത്രമേ ഉള്ളൂ, എന്നിട്ട് കൈ കെട്ടിയിട്ടാണ് ഇവർ കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ രാവുണ്ണിയാണ്, നക്സൽ ബാരിസ് ഉണ്ടാവുക പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിച്ചു. അറിയിക്കണമല്ലോ, അല്ല ഇവരെന്താ ചെയ്യാന്നറിയില്ല. അപ്പോൾ അങ്ങനെ മുദ്രാവാക്യം വിളിച്ച് തന്നെ ഇവർ സംഗ്രാഹി വലിച്ച് പൊട്ടിച്ച് രക്തം വന്നു. പിന്നെ ഒരു ശബ്ദമേ വരുള്ളൂ. ഉടനെ തലയിൽ ഒരു ബാഗ്, തുണിൻ്റെ ബാഗ് ഇട്ട് വാനിൻ്റെ ഉള്ളിലെടുത്തിട്ട് കൊണ്ടുവരിക. വളപട്ടണം സ്പെഷ്യൽ ബ്രാഞ്ചിൽ കൊണ്ടുവന്ന് രാത്രി പിന്നെ ഭേദ്യം, പിന്നെ ഉരുട്ടൽ, അത് ചെയ്ത് ചോദ്യമൊന്നുമില്ല, അവർ എവിടെ താമസം. ഞാനൊരൊറ്റ കഥയുണ്ടാക്കി വെച്ചിരുന്നു. മധുര മീനാക്ഷി അമ്മൻ കോവിലിൽ കൈനോട്ടക്കാരനായിട്ടുണ്ടായിരുന്നു. പിന്നെ മേലെ ഇങ്ങോട്ട് വന്നതാണ്. ഒരു കൊല്ലത്തെ കഥ പറയണമല്ലോ. അപ്പോൾ അവർ ജയറാം പഠിക്കലാണ്. അപ്പോൾ അയാൾക്ക് കൈനോട്ടക്കാരനെ, അപ്പോൾ കൈനോട്ടക്കാരനെ അറിയാം. കൈനോക്കാനൊക്കെ ചെറുതായിട്ട് അറിയാതെ, അപ്പോൾ അറിഞ്ഞിട്ടൊന്നും അല്ലല്ലോ നാട്ടിൽ, ചെറുതായിട്ട് അതിന് എൻ്റെ കൈ നോക്കണം. അപ്പോൾ അത് പറ്റില്ല, നോക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ കസാരയിൽ എന്നെ അറസ്റ്റ് ചെയ്ത ഒരു പോലീസ് ഓഫീസറാണ്. നിങ്ങൾ അവിടെ ഇരിക്കും, ഞാൻ താഴത്തെ പ്രതിയാണ്. നമ്മൾ അസമന്മാരായിട്ട് കൈ നോക്കുമ്പോൾ ചില സത്യങ്ങൾ പറയേണ്ടി വരും. അപ്പോൾ അത് പറഞ്ഞാൽ നമ്മൾ ഈ അസമന്മാർ പറയാൻ പറ്റില്ല. കൈനോട്ടക്കാരങ്ങനെയല്ല, നമ്മൾ സമമായി ഇരുന്നിട്ടാണ് അവർ കൈ നോക്കുന്നത്, അവരാ തൊഴിലിന് വരുന്നതാണ്. അപ്പോൾ അത് വേണ്ട, അതിലൊക്കെ കുഴപ്പമില്ല. പറഞ്ഞു ഉടനെ കസാര എടുത്തിട്ട് പറഞ്ഞു, പോലീസുകാർ കസാര കൊണ്ടുവന്നു ഇരുത്തി കൈ നോക്കാൻ. ആൾക്ക് ഭയങ്കര വിശ്വാസം, സമ്മതിച്ചില്ല. എനിക്കിതൊന്നും അറിയില്ല. ഞാൻ ഈ ഏതോ ഇംഗ്ലീഷ് മാസികകളൊക്കെ വായിച്ച് അങ്ങനെ ഈ കോമിസ്ട്രി അതിനെപ്പറ്റി എന്തൊക്കെയോ
ചില അറിയാം, വാക്കുകളൊക്കെ അറിയാമെന്നല്ലാണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ലൈൻ ഇത് മൗണ്ട്, ആ മൗണ്ട്, ഈ മൗണ്ട് ഇങ്ങനെയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞത് ഇങ്ങനെയാണ് പറഞ്ഞു. അയാൾക്ക് വലിയ വിശ്വാസം തോന്നി. ഞാൻ പറഞ്ഞു 40-45 വയസ്സിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് നല്ല കഷ്ടകാലം വരാനുണ്ട്, ശ്രദ്ധിക്കണം. അപ്പോൾ ആൾ എടുത്തു നീ എന്താ എൻ്റെ നീ എൻ്റെ തലയെടുക്കോടാ. ഞാൻ പറഞ്ഞു ഇതാണ് സാറേ, നമ്മൾ അസമന്മാരാണ്. ഞാനിപ്പോൾ ഇത് എനിക്കുള്ള ഒരു ബോധത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്, ശരിയാവാം തെറ്റാവാം. അപ്പോൾ അത് പറയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഉള്ള ദോഷമാണത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് വേണ്ടെന്ന് പറഞ്ഞത്. ഞാൻ നോക്കണില്ല. ആൾ ഉടനെ മുഖം കൊണ്ട് വളർത്ത് വല്ലാത്ത ഇതായി. ആ ഉടനെ ആൾ എനിക്ക് പോയി. പിന്നെ ഞങ്ങൾ വലിച്ച ചോട്ടോട്ട് വിട്ടുക. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നുണ്ട്. ഞാൻ ഇയാൾ എന്ത് മനുഷ്യനാ, ഇങ്ങനെ ഒരു ഇതിനു വേണ്ടി ഇയാൾ അങ്ങനെ പേടിച്ച് വരണ്ട്. മുഖം ശരിക്കറിയാം, നമുക്ക് വളർത്തു പോവുകയാണത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നു. അതിനുശേഷം 2.5 മാസം എന്തോ ഞങ്ങൾ പൊട്ടക്കുഴി എന്ന് പറഞ്ഞാൽ ഇൻഡോ സോവിയറ്റ് കൾച്ചറൽ അസോസിയേഷൻ്റെ ബിൽഡിങ്ങാണ്. അതിലാണ് ഇവർ ഓഫീസ് എടുത്തിട്ടുള്ളത്. അതിലാണ് 2.5 മാസത്തോളം കിടക്കുന്നത്, കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ. പിന്നെ ഞങ്ങളത് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വീണ്ടും ഞങ്ങൾ മുദ്രാവാക്യം വിളിക്കും, ഹാജരാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ DYSP SP ആണ് സമ്മതിക്കാത്തത്. കാരണം അവർക്ക് പ്രശ്നമുണ്ട്. ഒരാൾക്ക് ഹാർട്ട് അറ്റാക്കായി ഒരുപാട് ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ 2 മുകളിൽ, ഞാനും ഭാസ്കരനും. ഇയാളുടെ ഇതുപോലെ മുറിയിൽ, അയാളുടെ ഓഫീസ് മുറിയിൽ, മുരളീകൃഷ്ണദാസിൻ്റെ അതിൻ്റെ താഴെ നിറയെ ആൾക്കാരുണ്ട്. എന്നും വന്ന് അടിയും മർദ്ദനവും ബഹളവും കരച്ചിലൊക്കെ. അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം വന്നപ്പോൾ പറഞ്ഞു പ്രശ്നം ഉണ്ടാകും, നിങ്ങൾ 2 മാസം എന്തുകൊണ്ട് നിങ്ങൾ ഹാജരാക്കണ്ട, ചോദ്യം ചെയ്യൽ കഴിഞ്ഞെങ്കിൽ നിയമപ്രകാരം ഹാജരാക്കണം, എന്തുകൊണ്ട് ഹാജരാക്കണില്ല, അതിൽ ഞങ്ങൾ ഇവിടുന്ന് മുദ്രാവാക്യം വിളിക്കും, പ്രശ്നം ഉണ്ടാക്കും, നിങ്ങൾക്ക് ഇതാവും. അപ്പോൾ ആൾ പറഞ്ഞു ഇങ്ങനെയാണ് സംഗതി. അപ്പോൾ ആരാ മർദ്ദിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വന്ന ഭാസ്കരനെ ഒരാൾ മർദ്ദിച്ചു അന്ന്. അപ്പോൾ ഇനി മേലിവിടെ മർദ്ദനം ഞാൻ അറിയില്ല. അത് ഇനി ഇവിടെ മർദ്ദനം ഉണ്ടായാൽ കെട്ടിട ഇൻചാർജായ ഒരു പോലീസുകാരനാണ്, ഹെഡ് കോൺസ്റ്റബിൾ, അയാളെ വിളിച്ചു, നടപടി ഉണ്ടാവും. വെറുതെ ഇങ്ങനെ തിരിയും കൊടുത്ത് പ്രാർത്ഥിച്ചിട്ട് നടന്നാൽ പോരാ, ഒരു സംഭവം കൂടി ഉണ്ടാകണം. അന്നോട് അവിടുത്തെ മർദ്ദനം നിന്നാണ് പറയുന്നത്. അപ്പോഴൊക്കെയാണ് പിന്നീട് ഒരു ദിവസം പാറാവ് നിൽക്കുന്ന പോലീസ്, ഞങ്ങൾ അവരുമായിട്ട് നല്ല കോണ്ടാക്റ്റാണ്. അത് ARകാരാണ്. അത് നല്ല കോണ്ടാക്റ്റ്, രാഷ്ട്രീയമായി സംസാരിക്കും. അപ്പോൾ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, ഇന്ന് അസംബ്ലിയിൽ നിങ്ങളുടെ കാര്യം വന്നു. അസംബ്ലി അവിടെ നിന്ന് തൊട്ടടുത്താണ് പട്ടണത്തിൽ. അപ്പോൾ വന്നു, ഗൗരി ഈ പ്രശ്നം ഉന്നയിച്ചു. അപ്പോൾ ആഭ്യന്തരമന്ത്രി പറഞ്ഞു അറസ്റ്റ് ചെയ്തിട്ടുള്ള ആ വീട്ടിൽ പോയി ചോദിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ പത്ര റിപ്പോർട്ട്, മനോരമയിൽ ഫോട്ടോ സഹിതം വന്ന റിപ്പോർട്ട് കാണിച്ചു. അറസ്റ്റ് ചെയ്തിട്ടില്ല, ചോദിച്ചു. ഞങ്ങളവിടെ പോയി അന്വേഷിക്കാൻ പോകുമ്പോഴേക്കും അവിടുന്ന് പോയി ആൾ എന്ന് പറഞ്ഞു. അപ്പോൾ പ്രതിഷേധിച്ചിട്ട് ഗൗരിയും പ്രതിപക്ഷവും വാക്കൗട്ട് നടത്തി എന്നുകൊണ്ട് ഒന്ന് പറയുന്നുണ്ട്. പിന്നെ അന്നും ഒരു ഫാന് കത്തലായി, കയ്യിലിതായി, പക്ഷെ അടച്ചിടും. IG അവിടെ ഇൻസ്പെക്ഷന് വന്നു, പോലീസ് IG. അപ്പോൾ എല്ലാം പൂട്ടി കിടക്കുകയാണ്, ആളുകൊണ്ട് ആരുമില്ല എന്ന് പറഞ്ഞാൽ ആൾ പോയി. IG അറിയാതെയാണ് ഇതൊക്കെ നടക്കുന്നത്. VN രാജൻ, ഈ നാരായണൻകുട്ടി നായരുടെ ഏട്ടൻ്റെ മകളെ കല്യാണം കഴിച്ച ആളാണ് ഈ VN രാജൻ. ആൾ അല്പം മോഡറേറ്റ് ആയിട്ടുള്ള IG ആയിരുന്നു. അയാൾ അറിയാതെയാണ് ഈ ജയറാം പടിക്കലിലൂടെ ഈ കരുണാകരൻ ഇതൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം പിന്നെ ഇവർക്ക് പിന്നെ എങ്ങനെയെങ്കിലും ഞങ്ങളുടെ ഈ പ്രശ്നം കൂടെ വന്നല്ലോ, അങ്ങനെയാണ് കോടതിയിൽ ഹാജരാക്കുന്നത്. അത് അവരൊരു നാടകം നടത്തിയാണ്. വാളയാറിൽ അട്ടപ്പള്ളത്ത് ഏതോ ഒഴിഞ്ഞ വീട്ടിൽ ഞങ്ങൾ യോഗം കൂടിയിരിക്കുമ്പോൾ അറിഞ്ഞ് ആ വീട് വളഞ്ഞു പിടിച്ചതാണ് എന്ന് പറഞ്ഞ് മാതൃഭൂമിയിൽ ഒരു റിപ്പോർട്ട് വന്നു. എന്നിട്ട് അട്ടപ്പള്ളത്ത് ഊരിൽ കൊണ്ടുവന്നിട്ട് അവിടെ ടാക്സി വന്ന് നിന്നു. രാവുണ്ണി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ കണ്ടോളൂ എന്ന് പറഞ്ഞു. ആൾക്കാരൊക്കെ ഓടിക്കൂടുമ്പോൾ ഈ ഒരു കാർ ഓടിച്ച് പോയി. ആ സമയത്ത് ഞങ്ങൾ മാഗ്നറ്റ് ഹൗസ് ഉണ്ട് പാലക്കാട്, കളക്ടർ ബംഗ്ലാവിൻ്റെ തൊട്ട്, അവിടെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് അവിടെ നിർത്തിയിരിക്കാം. പിറ്റേ ദിവസം ഞങ്ങൾ കോടതിയിൽ പത്രത്തിൽ റിപ്പോർട്ട് വന്ന് ഞങ്ങൾ വായിച്ചു. അപ്പോൾ കോടതിയിൽ ഞാൻ പ്രസ്താവന നടത്തി, ഇങ്ങനെ ഇത്രാം തീയതിയാണ് ഇന്നോടുന്നാണ് അറസ്റ്റ് ചെയ്തത്, ഇത്ര നിയമവിരുദ്ധമായ ലോക്കപ്പിലായിരുന്നു എന്ന്. പിന്നെ ഞങ്ങൾ റിമാൻഡ് ചെയ്തു. കോടതി ഞങ്ങളെ ഒന്ന് ഉപദ്രവിക്കരുത് പറഞ്ഞ് വിയ്യൂർ കൊണ്ടുവന്ന് വിയ്യൂർ
പിന്നീട് 5 കൊല്ലം ഏകാന്ത തടവായിരുന്നു. രാവുണ്ണി അടക്കമുള്ളവർ 5 വർഷത്തോളം വീണ്ടും വിയ്യൂർ ജയിലിൽ ഏകാന്ത തടവിൽ കഴിഞ്ഞു. 1976 അടിയന്തരാവസ്ഥ കാലത്ത് കോങ്ങാട് കേസിൽ വിധി വന്നു. മുഴുവൻ പ്രതികൾക്കും ജീവപര്യന്തം. അടിയന്തരാവസ്ഥ കാലത്തെ നേതാക്കളായ കെ വേണു, കെ മുരളി, കെ എൻ രാമചന്ദ്രൻ തുടങ്ങി 200ഓളം നക്സൽ സഖാക്കൾക്കൊപ്പം കണ്ണൂർ സെൻട്രൽ ജയിലിൽ. 1985 ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ കേരളം മാറിയെങ്കിലും രാവുണ്ണിയുടെ നിലപാട് മാറിയിരുന്നില്ല.